പ്രീ പ്ലാൻഡ് ട്രേഡിംഗ് പ്ലാനിന്റെ എല്ലാ ടാർഗറ്റുകൾക്കും മുകളിലായി ഒരു ഹെവി ഗ്യാപ്പ് അപ്പ് ലഭിക്കുന്ന ദിവസം നിങ്ങൾ എങ്ങനെ ട്രേഡ് ചെയ്യും? നമ്മളുടെ എല്ലാ ടാർഗറ്റിനും മുകളിലായി ഇന്ന് നിഫ്റ്റിയിൽ ഒരു 126 പോയിന്റിന്റെ ഹെവി ഗ്യാപ്പ് അപ്പ് ലഭിച്ചപ്പോൾ നമ്മൾ എങ്ങനെ ട്രേഡ് ചെയ്തു എന്ന് നിങ്ങൾക്കറിയേണ്ടേ? വരൂ നമുക്ക് പരിശോധിക്കാം. Hi traders, good afternoon and welcome to Market Waves. നിഫ്റ്റിയുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ആദ്യമായി ഇന്നലത്തെ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ ഒരു ഹെവി ഗ്യാപ്പ് അപ്പ് ലഭിച്ച ഇന്നേ ദിവസം എങ്ങനെ ട്രേഡ് ചെയ്തു എന്ന് പരിശോധിക്കാം. നമ്മുടെ ട്രേഡിംഗ് പ്ലാനിൽ 21,630 എന്ന റെഡ് ലെവൽ സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ ആയിരുന്നു. 21,690 സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ എന്ന ലെവലുമായിരുന്നു. ടാർഗറ്റുകളിൽ മുകളിലും താഴെയുമായി രേഖപ്പെടുത്തിയിരുന്നു. ഒരു ഗ്യാപ്പ് അപ്പ് ആണ് ഇന്ന് ലഭിക്കുകയെന്നും ഗ്യാപ്പ് അപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഡയറക്ഷണൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ പ്രധാനമായും പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് 21,762 ലെവൽ ആണ് എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ആ ലെവലിന് മുകളിൽ വീണ്ടും 21,777 എന്ന ഒരു ലെവൽ കൂടി ഞാൻ മാർക്ക് ചെയ്തിരുന്നു. 21,762 എന്ന ടാർഗറ്റ് റെസിസ്റ്റൻസ് ഉള്ള ഏരിയ ആണെന്നും അവിടെ എത്തുമ്പോൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് നല്ല ക്ലിയർ ആയി ഹോൾഡ് ചെയ്യേണ്ടതുണ്ട്, പാലിക്കേണ്ടതുണ്ട് എന്നും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇന്ന് അതിനെല്ലാം മുകളിൽ ഒരു ഓപ്പണിംഗ് നൽകിയപ്പോൾ തീർച്ചയായും ആ ഏരിയ ഒരു സെല്ലിംഗ് ഏരിയ ആണ് എന്ന് നമുക്ക് നേരത്തെ അറിയാം. ആദ്യത്തെ 5 മിനിറ്റിൽ തന്നെ ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ ചെറിയ ഹൈ ആണ് രേഖപ്പെടുത്തിയത്. അതിന് ഉടനെ തന്നെ അതേ 5 മിനിറ്റിൽ മാർക്കറ്റിൽ നിന്നും എല്ലാവരും ലാഭമെടുത്ത് പെട്ടെന്ന് തന്നെ ഇന്നലെ ഹോൾഡ് ചെയ്തിരുന്നവർ ഇന്ന് ലാഭമെടുത്ത് അപ്പോൾ തന്നെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആയി. വന്നു നിന്നത് നമ്മൾ ഗ്രീൻ ലൈനിന് മുകളിൽ ഓപ്പണിംഗ് തരികയും അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ആദ്യമായി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരുന്ന 21,726 എന്ന ലെവലിലാണ് ആ സെല്ലിങ്ങിന്റെ ക്യാൻഡിൽ വന്ന് സപ്പോർട്ട് എടുത്തത്. അതിനുശേഷം ചെറിയ ടൈം ഫ്രെയിം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പ്രൈസ് ആക്ഷൻ പ്രകാരം പ്രൈസ് അപ്വേർഡ് സഞ്ചരിക്കുകയാണെന്ന്. അതിന് ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് 21,749 എന്ന രണ്ടാമതായി രേഖപ്പെടുത്തിയിരുന്ന ടാർഗറ്റിന് മുകളിലോട്ട് പോകുമ്പോൾ ഒരു ട്രേഡിൽ ജോയിൻ ചെയ്ത് അതുവരെ നൽകിയ ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്ത എല്ലാവർക്കും ഇന്ന് സാമാന്യം നല്ല ടാർഗറ്റ് ലഭിച്ചിട്ടുണ്ട്. മുകളിലോട്ടുള്ള ടാർഗറ്റുകൾ രേഖപ്പെടുത്തിയിരുന്നത് നമ്മളുടെ തന്നെ ചാനലിൽ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടില്ല, എല്ലാ ശനിയാഴ്ചയും അപ്ലോഡ് ചെയ്യുന്ന വീക്ക്ലി അനാലിസിസ് ഓഫ് ബാങ്ക് നിഫ്റ്റി ആൻഡ് നിഫ്റ്റി എന്ന വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഞാൻ ആ വീഡിയോയിൽ രേഖപ്പെടുത്തിയിരുന്ന അതേ ടാർഗറ്റുകൾ മുകളിൽ രേഖപ്പെടുത്തിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ രേഖപ്പെടുത്തിയിരുന്ന ഓൾമോസ്റ്റ് എല്ലാ ടാർഗറ്റുകളും ലഭിച്ചു. ഓരോ പ്രാവശ്യവും ടാർഗറ്റുകൾ ലഭിക്കുമ്പോൾ അവിടെ നിന്നും ടാർഗറ്റ് കവർ ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വീണ്ടും റീ എൻറ്റർ ചെയ്യുകയാണ് ഞാൻ ചെയ്തിരുന്നത്. അങ്ങനെ ഇന്ന് മോശമല്ലാത്ത ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി വ്യക്തമായ പ്ലാനോടുകൂടി ട്രേഡ് ചെയ്ത എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, നമുക്ക് ഇന്ന് നിഫ്റ്റിയിൽ എന്തായിരുന്നു മൂവ്മെന്റ്, എങ്ങനെയാണ് നിഫ്റ്റി ഇന്ന് പ്രസന്റ് ചെയ്തത് എന്ന് പരിശോധിച്ച് നോക്കാം. ഇന്നലെ 21,647 എന്ന ലെവലിൽ ക്ലോസ് ആയ നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 126 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പിൽ 21,773 എന്ന ലെവലിലാണ്. ഇന്ന് നിഫ്റ്റിക്ക് ആകെ നൽകാൻ കഴിഞ്ഞ മൂവ്മെന്റ് എന്ന് പറയുന്നത് 213 പോയിന്റിന്റേതാണ്. ഇന്ന് നിഫ്റ്റി ക്ലോസ് ആയതാവട്ടെ ഇന്നലത്തെ ക്ലോസിങ്ങിനെ അപേക്ഷിച്ച് 261 പോയിന്റിന്റെ പ്ലസിലാണ്. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തി നാളെ എന്തായിരിക്കും മൂവ്മെന്റ്, എന്തായിരിക്കണം നമ്മുടെ ട്രേഡ് എന്ന് നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. ശനിയും ഞായറും അവധിയാണ്. ഇനി 2 ദിവസം കഴിഞ്ഞ് തിങ്കളാഴ്ചയെ നമുക്ക് മാർക്കറ്റ് ഉള്ളൂ. അന്നേ ദിവസത്തേക്കുള്ള എന്റെ ട്രേഡിംഗ് പ്ലാൻ ഇങ്ങനെയാണ്. ഞാൻ സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ ആയി രേഖപ്പെടുത്തിയിരിക്കുന്നത് 21,800 ലെവലാണ്. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ ആയി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നത്തെ ഹൈ ആയ 21,928 എന്ന ലെവലാണ്. ഇതിനിടയിൽ 21,908, 21,842 എന്ന ലെവലുകൾ കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട് ബ്ലാക്ക് ലൈനിൽ. തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് എങ്കിൽ ഇവിടെ നിന്നും ചെറിയ ടൈം ഫ്രെയിമിലുള്ള കാൻഡിൽ പാറ്റേൺ നൽകുന്ന
ഡയറക്ഷൻ അനുസരിച്ച്, അത് അപ്വേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ അപ്വേർഡ് ഡയറക്ഷനിലോട്ട് ട്രേഡ് ചെയ്യും. അപ്പോൾ അതുവരെ നൽകിയ ലോ ഓർ പ്രധാനമായും 21,800 ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ആദ്യമായി പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് 24,928 എന്ന് പറയുന്ന ഇന്നത്തെ ഉയരം തന്നെയാണ്. അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് അങ്ങോട്ടേക്ക് ദ ബിഗസ്റ്റ് നമ്പർ 24,996 എന്ന് പറഞ്ഞാൽ 22,000 എന്ന ടാർഗറ്റ് പ്രതീക്ഷിക്കുന്നു. അതിന് മുകളിൽ ക്ലോസ് ചെയ്യുമ്പോൾ 22,058 ലെവലിലോട്ടാണ് ടാർഗറ്റ് പ്രതീക്ഷിക്കുക. എല്ലാ ടാർഗറ്റുകളും തിങ്കളാഴ്ച തന്നെ ലഭിക്കും എന്നല്ല. പ്രൈസ് ഇത്രയും ഉയരത്തിലാകുമ്പോൾ തീർച്ചയായും 22,000 റേഞ്ചിലേക്ക് എത്തുമ്പോൾ ഒരു സെൽ ഓഫ് വരാം, ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മെന്റാലിറ്റി എല്ലാവരിലും വരാം. അവിടുന്ന് വീണ്ടും 21,930 എന്ന ലെവലുകളിലോട്ട് അഥവാ 21,850 എന്ന ലെവലുകളിലോട്ടൊക്കെ പ്രൈസ് ഇറങ്ങി വരാം. ആ സമയമെല്ലാം അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യത്തക്ക രീതിയിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് മൂവ്മെന്റ് കാണിക്കുമ്പോൾ മാത്രം ട്രേഡിൽ എൻ്റർ ആയി തൊട്ടു താഴെയുള്ള സപ്പോർട്ട് ലൈൻ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ട്രേഡ് ചെയ്യും. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. തിങ്കളാഴ്ചയും എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ തരുന്ന മൂവ്മെന്റ് നിഫ്റ്റിയിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒരു നല്ല ട്രേഡിംഗ് ദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.